പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും തലമുറയിൽ നിന്നും പ്രത്യേകമായി മരണമൂലം വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും കർത്താവേ, എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ത്യാഗപ്രവൃത്തികളും കാരുണ്യപ്രവൃത്തികളും എല്ലാം സ്വീകരിച്ച് ആത്മാക്കൾക്ക് അങ്ങ് നിത്യവിശ്രമം നൽകണമേ. തിരുമുഖം ദർശിക്കുവാൻ അവിടുത്തെ സ്വർഗീയ പ്രകാശത്തിലേക്ക് അവരെ ആനയിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നവംബർ മാസത്തിൻ്റെ 17-ാം തീയതിയായി ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ടും ഓരോരോ മേഖലകളെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവകൽപ്പനകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പ്രത്യേകിച്ച് ഈ ആത്മാക്കളുടെ മേഖലയിൽ മരണമൂലം വേർപിരിഞ്ഞു പോയ ആത്മാക്കൾ, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾ, അവരുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ വന്ന വീഴ്ച വഴി പോരായ്മകളെ പരിഹരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് മൂലപാപങ്ങളുടെ മേഖലകളിൽ വന്നുപോയിട്ടുള്ള അവരുടെ പോരായ്മകൾ, അതുമൂലം അവർക്കുണ്ടായിട്ടുള്ള കടങ്ങൾ കർത്താവെ അങ്ങ് എടുത്തു മാറ്റണമേ, പരിഹരിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, മൂലപാപങ്ങൾ അഹങ്കാരം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, കൊതി, അസൂയ, മടി എന്നിവയൊക്കെയാണ്. നമുക്കറിയാം, എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ മൂലപാപങ്ങളാണ്. ഈ മൂലപാപങ്ങൾ നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ അതിനായിട്ട് തന്നെ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മുൻപിൽ എളിമയോടുകൂടെ ആയിരിക്കുക. ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് നമ്മൾ അനുവദിക്കുക. അതുവഴി ഈ മൂലപാപങ്ങളുടെ മേഖലകളെ നമുക്ക് ജയിക്കാൻ പറ്റും. ഒരു മൂലപാപം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ ഒന്നിലേറെ പുണ്യങ്ങൾ നമ്മളിൽ വളരാൻ ഇടയാകും. പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ഇതേക്കുറിച്ചൊക്കെ ബോധ്യമുള്ളവരായിരിക്കണം. പലപ്പോഴും നമ്മൾ ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ് ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത്. ദൈവമേ, അതിനകത്ത് വലിയ പാപത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് സ്വർഗത്തിൽ പോകാനൊക്കെ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ നല്ല കാലത്ത് അവിടുത്തെ വചനങ്ങൾ കാക്കുന്നതിൽ, അവിടുത്തെ കൽപ്പനകൾ കാക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം നമ്മൾ. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുത്തെ കൽപ്പനകൾ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം, തലമുറകളെ പഠിപ്പിക്കണമെന്ന് ദൈവമായ കർത്താവ് അവിടുത്തെ ജനത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവർ, ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മൂലപാപത്തിന്റെ മേഖലകൾ, പ്രത്യേകിച്ച് അഹങ്കാരം എന്ന പാപം ഒരു മനുഷ്യനിലുള്ള ഏറ്റവും വലിയ ഒരു പോരായ്മയാണ്. ഞാൻ ആരൊക്കെയോ ആണ് എന്നുള്ള ചിന്ത. എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നവർക്ക് നമ്മളൊരു കുമിള് മാത്രമാണ്. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്താൽ അത് തിരിച്ച് നമുക്ക് പുറത്തേക്ക്, ആ ശ്വാസം പുറത്തേക്ക് വരുന്ന ഒരു ഉറപ്പില്ല. അത്രയേ ഉള്ളൂ നമ്മൾ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, മനുഷ്യൻ എത്രയോ എന്താണ് കഴിവില്ലാത്തവനാണ്, എത്രയോ നിസാരനാണ് എന്ന് തിരിച്ചറിയണം. അതുപോലെ ഓരോ മൂലപാപങ്ങളുടെ മേഖലയും. അപ്പോൾ ഈ ലോകത്തോട്, വസ്തുക്കളോടുള്ള നമ്മുടെ അതിയായ മോഹം, അതുപോലെ തന്നെ നമുക്ക് ജഡമോഹം, മനുഷ്യരുടെ മോഹപാപം, അത് ദുർമോഹമായിട്ടും ജഡമോഹമൊക്കെ ആയിട്ടും മനുഷ്യർ കടന്നു വരുന്നുണ്ട്. യാക്കോബ് ശ്രീകാരുടെ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 1-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഒക്കെ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതായത്, ഒരുവൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. അപ്പോൾ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അതുപോലെ കോപം, നമുക്കറിയാം, മുറിവേറ്റ ഒരുപാട് മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കോപിക്കുന്നത്. പിശാച് ആ മേഖലകളെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ക്ഷമിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ മനുഷ്യന് പലതിനോടുള്ള കൊതി, ഈ ലോകത്തിലെ ഭക്ഷണത്തോട് മാത്രമല്ല, പലതിനോട് നമുക്ക് കൊതിയുണ്ട്. അതുപോലെ മറ്റുള്ളവന്റെ നന്മയിലുള്ള, ഉയർച്ചയിലുള്ള, അവന്റെ ആ ക്ഷേമത്തിലുള്ള ഒരു സങ്കടം, ഒരു വിഷമം, അത് മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും എന്താണ് അസൂയയായിട്ട് കടന്നു വരികയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പാപമാണ്, പിശാചിന് ഇടപെടാനായിട്ട് മേഖലയാണ് മടി എന്ന് പറയുന്ന ആ മൂലപാപം. അത് നമ്മൾ തിരിച്ചറിയുക. ആ മേഖലകളിലൊക്കെ പിശാച് ഒരുപാട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചുപോയ ഈ ആത്മാക്കളുടെ മേഖലകളെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, മൂലപാപത്തിന്റെ മേഖലകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ, പ്രത്യേകിച്ചും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾ, കർത്താവെ, ആ മേഖലകളിലെ കുറവുകളെ അങ്ങ് പരിഹരിക്കണം.
അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പുണ്യം അഭ്യസിച്ച് അതിൽ വളരാനായിട്ട് നമ്മളെ ഒരുപാട് അത് അനുഗ്രഹിക്കും. ആ വഴി നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും. പ്രിയമുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹായുടെ തിരുരക്തം ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ഈ ലോകം മുഴുവനുമുള്ള എൻ്റെ കുടുംബത്തിലും തലമുറയിലുമുള്ള സകല പാപികളുടെയും മോചനത്തിനു വേണ്ടി കർത്താവെ ഞാൻ കാഴ്ചവെക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.